ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദാഖ്ലിയ മുനിസിപ്പാലിറ്റി നിസ്വയിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ആരോഗ്യ ലൈസൻസിംഗ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യ നിയന്ത്രണ ലൈസൻസിംഗ് വിഭാഗത്തിന് കീഴിലാണ് നിരവധി സ്ഥാപനങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്ത 2 സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. അതേസമയം രാജ്യത്തെങ്ങും വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനകൾ നടന്നുവരികയാണ്. മസ്കറ്റിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നറുക്കെടുപ്പ് പൂർത്തിയായി. അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. 6000-ൽ പരം സീറ്റുകളിലേക്കായി 3500-ൽ പരം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അപേക്ഷ നൽകിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബോർഡിൽ നിന്നും ഇതിനോടകം സന്ദേശം ലഭിച്ചു. അഡ്മിഷനുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് അതത് സ്കൂളുകളിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ രക്ഷിതാക്കളെ ബന്ധപ്പെടും. ഏപ്രിൽ ആദ്യവാരത്തോടെയാണ് പുതിയ അധ്യയന വർഷം ക്ലാസ് ആരംഭിക്കുന്നത്. ആവശ്യമായ രേഖകളും ഫീസും അതിനു മുന്നോടിയായി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുകയും അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ 6504 സീറ്റുകളാണുള്ളത്. KG ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ. പുതിയ അപേക്ഷകരിൽ കൂടുതൽ പ്രീ സ്കൂൾ മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ്. ഭൂരിഭാഗം അപേക്ഷകളിലും ആദ്യം ഓപ്ഷനായി തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ തന്നെ പ്രവേശനം നേടാൻ സാധിച്ചേക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണയും അപേക്ഷകരുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷവും പുതിയ അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. റമസാന്റെയും പെരുന്നാളിന്റെയും ഭാഗമായി മാംസം ആവശ്യം വർദ്ധിച്ചതിനാൽ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടികളുമായി അധികൃതർ. ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി 2,89,089 കന്നുകാലികളെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയതായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കായി ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചു. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സ്ക്വാഡിൽ 24 അംഗങ്ങളെയാണ് പരിശീലകൻ റഷീദ് ജാബിർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് തുടർന്ന് നടക്കുന്ന യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സംഘത്തിൽ ഇടം നേടാം. കഴിഞ്ഞ മാസവും ഈ മാസം ആദ്യത്തിലുമായി നടന്ന പ്രഥമ ക്യാമ്പിൽ കഴിവ് തെളിയിച്ചവരെ നിലവിൽ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് ടീം. സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്ക് വഴി തുറന്നത്. പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വ്യക്തിയുടെ കാരുണ്യത്തിൽ ഇത്തവണയും നിരവധി പേർക്ക് മോചനം. തുടർച്ചയായി 9ാം വർഷമാണ് ദാഹിറ ഗവർണറേറ്റിൽ നിന്നുള്ള സ്വദേശി ഇത്തരത്തിൽ തടവിൽ കഴിയുന്നവരുടെ പിഴത്തുക അടച്ചു തീർത്ത് മോചിതരാക്കുന്നത്. ഇതുവഴി ഈ വർഷം 49 തടവുകാർ ജയിൽ മോചനം നേടും. 9 വർഷത്തിനിടെ 100 കണക്കിന് പേരാണ് പേരറിയാത്ത സ്വദേശിയുടെ കാരുണ്യത്തിൽ ജയിൽ മോചനം നേടി ജീവിത സന്തോഷങ്ങളിലേക്കെത്തിയത്. പേരും വിവരങ്ങളും വെളിപ്പെടുത്താത്ത ഈ കാരുണ്യത്തിന് ഒമാനിലെ സ്വദേശികളും വിദേശികളും കൈയടിക്കുകയാണ്. വലിയ അഭിനന്ദനങ്ങളാണ് ഈ സൽപ്രവൃത്തിക്ക് ലഭിക്കുന്നത്. പിഴ അടയ്ക്കാൻ പണമില്ലാതെ ചെറിയ കുറ്റങ്ങൾക്ക് ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ മോചനം സാധ്യമാക്കുന്ന ഫാക്കുർബ പദ്ധതിയുമായി ചേർന്നാണ് ഈ അജ്ഞാതനും കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.